ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വാഴ എന്ന് പറയുന്ന സിനിമ, യെസ്, ഐ സോ ദാറ്റ് ഫിലിം. പടം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ക എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ച് ഭയങ്കരമായിട്ട് കൈയടിച്ച് തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ ത്രില്ലടിച്ചിരുന്ന് കണ്ട ഒരു സിനിമയാണ് വാഴ എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് എൻജോയ് ചെയ്തു. പോളിപ്പടം. പടം ഡയറക്റ്റഡ് ബൈ ആനന്ദ് മേനോൻ, പിന്നെ റിട്ടേൺ ബൈ വിപിൻ ദാസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ജയ് ജയ് ഹേ എല്ലാം ഡയറക്റ്റാണ്. പിന്നെ ഗുരുവായൂരമ്മ കടയിൽ പോസ്റ്റർ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. പിന്നെ മെയിൻ ക്യാരക്ടേഴ്സ് എടുത്തു പറഞ്ഞാൽ അടുത്ത അപ്കമിങ് കിടിലങ്ങളാണ് അടുത്ത് വരുന്നത്. ജോമോൻ പക്ക ഫണ്ണി പാക്കേജ് ആയിരുന്നു. നമ്മുടെ സ്കൂൾ ലൈഫിലേക്ക് അതേപോലെ കൊണ്ടുപോയി ഫീൽ എന്നല്ല, അങ്ങ് കൊണ്ടുപോയി. അതായിരുന്നു സംഭവം. സ്കൂളിൽ എങ്ങനെയാണ് ഊക്ക് താറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങ് പെഴുകിയിട്ടുണ്ട്. അടിപൊളി സാധനമായിരുന്നു. ആ ഒരു മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് നന്ദി മനസ്സുകൊണ്ട് പറയാണ്. പിന്നെ അമിത് മോഹൻ, പുള്ളിക്കാരൻ ഒരു രക്ഷയില്ല. എസ്പെഷ്യലി ആ ക്ലൈമാക്സ് അവസാനത്തെ സീൻ പുള്ളിക്കാരൻ ഞെട്ടിച്ച് കളഞ്ഞ പെർഫോമൻസിൽ. സീരിയസ്ലി നമുക്കത് മനസ്സിലാവും. ആ ഉൾത്തട്ടിയുള്ളൊരു അഭിനയം എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് അമിത് ബ്രോ നിങ്ങളത് പൊളിച്ച് കിട്ടിയില്ല മാടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ സീൻ ഞാൻ അങ്ങ് സ്തംഭിച്ചു പോയി. അത്രയ്ക്കും ഞാൻ ഞെട്ടിപ്പോയി ആ സീൻ കണ്ടപ്പോൾ. നിങ്ങളുടെ കയ്യിൽ നിന്ന്, കാരണം ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്ന സ്ക്രീനിൽ നിങ്ങളെ. പക്ഷേ നിങ്ങളിട്ട ആ ഒരു സാധനം സെറ്റായിരുന്നു. ആ ക്ലൈമാക്സ് അത് ബാക്കിയെല്ലാം മോശമൊന്നുമല്ല, അടിപൊളിയായിരുന്നു. ആ ക്ലൈമാക്സിലാണ് നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് എന്നുള്ള സാധനം വെളി വന്നത്. അത് സെറ്റായിരുന്നു കേട്ടോ. പിന്നെ സിജു സണ്ണി, യെസ്, പുള്ളിക്കാരൻ പിന്നെ പറയണ്ട, ചില്ലങ്ങ് തകർത്തങ്ങ് അഴിഞ്ഞാടി ജീവിച്ചെന്ന് എനിക്ക് പറയാം. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ താരങ്ങളുണ്ട്, ഹഷീറുണ്ട്, അനുരാജ് ഓബിയൊക്കെ കൊള്ളാം, നൈസായിരുന്നു. ഹഷീറാണൊക്കെയാണെങ്കിൽ സെറ്റ് വൈബ് സാധനം. ഇനിയാണ് അടുത്ത അസീസ് വരുന്നത്. എൻ്റെ അമ്മു കോമഡിക്കായാലും സീരിയസ് ഒക്കെ നൈസായിരുന്നു. അടിപൊളി ക്യാരക്ടറായിരുന്നു അസീസ് തിരഞ്ഞെടുത്തത്. കുറച്ച് തമാശയും കുറേ സീരിയസും കുറേ നല്ല മെസ്സേജസും ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരാൾ അസീസ്. എനിക്ക് തോന്നുന്നു കണ്ണൂർ സ്കോറിന് ശേഷം അസീസ് അങ്ങോട്ട് മൊത്തത്തോടെ മാറി, തല വരെ അങ്ങ് മാറി എന്ന് പറയാം. പെർഫോമൻസ് അങ്ങോട്ട് മറിഞ്ഞു വേണമെങ്കിൽ പറയാം. ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ അടിപൊളി, നമുക്ക് കൊള്ളും. അത്ര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നോബിച്ചേട്ടനൊക്കെ നൈസായിരുന്നു. നോബിച്ചേട്ടൻ വിച്ച് മീൻസ് ജോയ്മോൻ്റെ അച്ഛനായിട്ട് വരുന്നു. അടിപൊളിയായിരുന്നു. രണ്ടുപേർക്കും നല്ല കോമ്പിനേഷൻ ആയിരുന്നു. രണ്ടുപേരും കൂടെ അടിപൊളിയായിരുന്നു. പിന്നെ കോട്ടനസറായിരുന്നു എൻ്റെ സെക്കൻഡ് ഫേവറേറ്റിനകത്ത്. കോട്ടനസറായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ അവസാനം ക്ലൈമാക്സ് കഴിഞ്ഞ് ഞെട്ടിച്ച് കളഞ്ഞു. ആ പെർഫോമൻസ് ഒക്കെ നൈസായിരുന്നു. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കളഞ്ഞു. അമിത് മോഹനും കോട്ടനസായിട്ടുള്ള ക്ലൈമാക്സിലത്തെ ഷോട്ട്സ് അടിപൊളിയായിരുന്നു കേട്ടോ. സെറ്റ് സാധനം. അത് വേറെ പറയില്ല, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടൺ നസീറൊക്കെ ആണെങ്കിൽ സീരിയസ് ഒക്കെ ആണെങ്കിൽ കിട്ടി അങ്ങനെ ജീവിക്കും. അതാണ് കോട്ടൺ നസീറേട്ടൻ. പിന്നെ ജഗദീഷ് ചേട്ടനൊക്കെ അറിയാമല്ലോ, കോമഡി സീരിയസ് ആണെങ്കിൽ സീരിയസ് ആയിട്ട് തന്നെ കട്ടയ്ക്ക് ഒന്ന് അഭിനയിച്ചിട്ട് പോകും. നൈസ് സാധനം വരുന്നത് ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് സാധനമാണ്. മ്യൂസിക് എടുത്തോ, ദീപക് SR ആയിരുന്നു മ്യൂസിക്. വെരി നൈസ് മ്യൂസിക്. ഈ പടം ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ചിരിച്ച് കുറേ ഒരു 80% എൻ്റെ ലൈഫായിട്ടൊക്കെ അവിടെ ബന്ധം തോന്നി എനിക്ക്. ആ സ്കൂൾ ലൈഫിൽ എല്ലാത്തിലും അടിപൊളി സാധനമായിരുന്നു. സെറ്റ് വൈബ്. പോയി കണ്ട് അർമാദിച്ച് ചിരിക്കാം, നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അത്ര എൻജോയ് ചെയ്ത് അതിന് ഡയറക്ടറിനോട് നന്ദി പറയണം. ഈ കഥ എഴുതി വിപിൻ ദാസിനോട് നന്ദി പറയണം. കാരണം നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോ കഥ കണ്ട് അത് നമുക്ക് ആ മെമ്മറീസ് തിരിച്ച് കിട്ടുന്നതും തരുന്നത് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല. അത് നിങ്ങൾക്ക് പടം കണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ദയവ് ഇത് പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കണം. നിങ്ങളുടെ ഒപ്പീനിയൻ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ പടത്തിൽ കണ്ടിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത്. എനിക്ക് സീരിയസ് ആയിട്ട് പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെറ്റ് പടമായിരുന്നു, അടിപൊളി വൈബായിരുന്നു. ഗോ വാച്ചിങ് തിയേറ്റേഴ്സ്. നിങ്ങൾ പക്കയായിട്ട് എൻജോയ് ചെയ്യും. ഡോണ്ട് മിസ് ഇറ്റ്. OTT വരുമെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ജസ്റ്റ് ഡോണ്ട് മിസ് ഇറ്റ്. ഗോ വാച്ച് ഫോർ ഇറ്റ്. പോളിസ് സാധനം. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC എല്ലാം ആവട്ടെ. ബൈ.